ഹലോ, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് നേരം വഴറ്റിയൊന്നും ടൈം കളയാണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ ഒന്നും ആഡ് ചെയ്യാണ്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക്, ഒരു കൈപ്പിടി പുതിനയില മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറിലുള്ളതാണ് അല്ലേ. എപ്പോഴും അത് ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. ഈ ഒരു ഗ്രീൻ ചിക്കനും അതുപോലെ തന്നെ വൈറ്റ് ചിക്കൻ കുറുമയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു കുറച്ച് ചെറിയ ജീരകം കൂടിയാണ്. ഇനി ഇതും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ആ ലീവ്സൊക്കെ നല്ലോണം അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കാരണം അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു 2-3 സ്പൂണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ വലിയ പുളി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമ്മൾ തക്കാളിക്ക് പകരമാണ് ഇവിടെ തൈര് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോൾ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം നമുക്ക്, അല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഹോൾ ചിക്കനിലാവുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും, പക്ഷെ കുക്കായി കിട്ടാനൊക്കെ കുറച്ചുകൂടെ ടൈം എടുക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അടുത്തതായി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന ഉള്ളി ഇട്ടല്ലോ, അതുപോലെ ഒന്ന് വറുത്തെടുത്ത ഉള്ളിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു ഹാഫ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ആ ഒരു ഗ്രേവി നന്നായിട്ട് തിക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യും ആൽമണ്ടും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അത് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതോടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഇത് ഞാനിവിടെ 2 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കേട്ടോ. മിനിമം 2 hour വെക്കുക. ഇനി ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാലയിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോ ചിക്കനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ കിടന്നിട്ടത് കുക്കായി കിട്ടിക്കോളും. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. 2 സൈഡും നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഓരോന്നും എടുത്തിട്ടൊന്ന് മറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം, നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു കാഷ്യൂ ആൽമണ്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ആ പേസ്റ്റ് ഒന്ന് തിക്കായി നല്ലോണം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചീസ് സ്ലൈസും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ച് വെക്കാം. ഇത്രയേ ഉള്ളൂ, പരിപാടികൾ കഴിഞ്ഞു. കുറച്ച് നേരം നടക്കും തുറക്കും ചെയ്തെങ്കിലും നമ്മുടെ ആ ഒരു ഗ്രീൻ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിന്ന് എന്തായാലും ലഞ്ചിന് ഗീ റൈസിൻ്റെ കൂടെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ മസാല ഇതിൽ തേച്ച് പിടിപ്പിക്കേണ്ട പണിയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ബൈ.